ബാധിക്കുമോ? ഇല്ല. എന്തുകൊണ്ട്? പാകിസ്ഥാനിലെ മുസ്ലിമും ഞങ്ങളും എന്താണ് ഉമ്മത്തിന്റെ ഭാഗമാണ്. ബംഗ്ലാദേശ് അങ്ങനെയാണ്, അഫ്ഗാനിസ്ഥാൻ അങ്ങനെയാണ്. അപ്പൊ ആരാണ് നിങ്ങളുടെ അയൽക്കാർ? ഈ ചോദ്യത്തിനാണ് ഞങ്ങൾ ഉത്തരം തരുന്നത്. ആരാണ് നിങ്ങളുടെ അയൽക്കാർ? ഓണവും പെരുന്നാളും പങ്കുവെച്ച് കഴിഞ്ഞിരുന്ന തൊട്ടയൽപ്പക്കാർക്ക് മുന്നിൽ നിങ്ങൾ കടയടച്ചു. എന്താണ് CAA എന്ന് പച്ച മലയാളത്തിൽ എഴുതി കൊടുക്കുന്ന നോട്ടീസുകൾ കൊടുത്തവന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. CAA അനുകൂലിക്കുന്നവർക്ക് ഇവിടെ ചികിത്സയില്ല എന്ന് ഒരു ഡോക്ടർ പുങ്കവനും ഭാര്യയും കൂടി എഴുതി വെച്ചു ഒറ്റപ്പാലത്ത്. അപ്പൊ അയാൾ ചാടിക്കളിക്കുക. അന്ന് കോൺഗ്രസിലായിരുന്നു, പാട് കമ്മ്യൂണിസ്റ്റിലെത്തിയിട്ടുണ്ട്. ചാടിക്കളിക്കുക. ഞങ്ങളുടെ നാട്ടിൽ ഒറ്റപ്പാലത്താണ് ഉണ്ടായത്. ഡോക്ടർമാര് ഹിപ്പോക്രാറ്റിക് ഓത്ത എടുത്ത് വരുന്നവര് രോഗി ശത്രു സൈന്യത്തിന്റെ പട്ടാളക്കാരനെ കിട്ടിയാൽ പോലും മനുഷ്യത്വത്തോടു കൂടി ചികിത്സിക്കേണ്ട ഡോക്ടർ എഴുതി വെച്ചു CAA അനുകൂലിക്കുന്നവർക്ക് ഇവിടെ ചികിത്സയില്ല. ഇതുവരെ നടന്നു. ഇന്ന് ഈ മുനമ്പത്തെ പാവങ്ങൾക്ക് വേണ്ടി ചികിത്സ നിഷേധിക്കാൻ ഡോക്ടർമാരുണ്ടാവും. ഉള്ള കിടപ്പാട് അവരെ ആരും കയ്യേറിയതല്ല. 1902 ആയില്യം തിരുനാൾ മഹാരാജാവ് ഗുജറാത്തിൽ നിന്ന് വന്ന ഏതോ സേട്ടിന് കൃഷി ചെയ്യാൻ വേണ്ടി പാട്ടത്തിന് കൊടുത്തതാണ് മുനമ്പം ഭൂമി. സേട്ടിന്റെ ചന്തം കൊണ്ട് കൊടുത്തതല്ല, രേഖാമൂലം പാട്ടത്തിന് കൊടുത്തതാ സേട്ടിന്. പാട്ട കാലാവധി കഴിഞ്ഞാൽ അത് തിരിച്ചു ചെല്ലേണ്ട ഭൂമിയല്ലേ? അതിർത്തിട്ട് എങ്ങനെയാ വഖഫാക്കുക? ഈ സേട്ടിനത് കൊടുക്കുമ്പോഴും അവിടെ താമസക്കാരുണ്ട്. അവരാണ് ഇവര് പലരും. 1902 സേട്ടിന് ഈ സ്ഥലം തിരുവിതാംകൂർ മഹാരാജാവ് അനുവദിച്ചു കൊടുക്കുമ്പോഴും അതിൽ കുടികിടപ്പുണ്ട്. ഇതിൽ പലരുടെയും പൂർവികർ അന്ന് തൊട്ട് അവിടുത്തെ താമസക്കാരാണ്, മുക്കുവരാണ്. കടലിനോട് ചേർന്നുകൊണ്ട് 600ഓളം ഏക്കർ സ്ഥലം വഖഫ് ചെയ്തോളാൻ പറഞ്ഞു കൊടുത്തതല്ല, കൃഷി ചെയ്തോളാൻ. പാട്ട കാലാവധി കഴിഞ്ഞാൽ വക്കും മൊനയും പൊട്ടാതെ അതിലുള്ള സ്ഥാവര ജംഗമ വസ്തുക്കൾ അടക്കം തിരിച്ചു ചെല്ലേണ്ടതാണ്. തിരുവിതാംകൂർ രാജകുടുംബം ഇല്ലെങ്കിൽ സർക്കാരിലേക്ക് തിരിച്ചു ചെല്ലണം. അതിനപ്പുറത്ത് എങ്ങനെയാ ഇതിന് ഫാറൂഖ് കോളേജിന് അവകാശം വരുന്നത്? സേട്ടിന്റെ മകൻ കൊടുത്തു പറയും. അതെങ്ങനെയാ? സേട്ടിന്റെ മകന് കൊടുക്കാത്ത തിരുവിതാംകൂർ രാജാവിന്റെ മക്കൾക്ക് കൊടുത്തൂടെ? അവര് കൊടുത്ത ഭൂമി വല്ലോനും കൊടുക്കാമെങ്കിൽ തിരുവിതാംകൂർ രാജാവിന്റെ മക്കൾക്ക് ഭൂമി എടുക്കാൻ പറ്റുമോ? മരമൊക്കെ എടുക്കാൻ പറ്റുമോ? ആരാന്റെ ഭൂമി ദാനം കൊടുത്തതിന്റെ പുറത്ത് വീണ്ടും എടുത്ത് അല്ലെ? ഇതൊക്കെ നമ്മളങ്ങോട്ട് വിശ്വസിക്കണം. ഇത്രയും വലിയ വിഷയം ഇവിടെ നടക്കുമ്പോൾ വഖഫ് ഭേദഗതിക്കെതിരെ കേരള നിയമസഭ പ്രത്യേക പ്രമേയം പാസാക്കി. വഖഫ് ഭേദഗതി എങ്ങനെയായിരുന്നു കേരളത്തെ ബാധിക്കുക? ഇന്നിപ്പോ 100 കണക്കിന് പേരുടെ കടപ്പാടം പ്രശ്നമാകുമ്പോൾ ഈ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയവരെ എന്തു ചെയ്യണം? ഇടതും വലതും ഒരുമിച്ചാണ് പ്രമേയം പാസാക്കിയത്. എന്നിട്ട് ഉളുപ്പില്ലാതെ മുനമ്പത്ത് ചെന്ന് നിൽക്കും. ഉളുപ്പില്ലാതെ മുനമ്പത്ത് ചെന്ന് നിൽക്കും. VD സതീശനിലെ അടക്കമുള്ളവർ പറഞ്ഞ പ്രതിപക്ഷാണേ നിങ്ങളെ ഇവിടുന്ന് ഇറക്കി വിടില്ല. മുഖ്യമന്ത്രിയും പറയും നിങ്ങളെ ഇവിടുന്ന് ഇറക്കി വിടില്ല. ഈ കാലവർഷക്കാലത്ത് തവള വല്ലവരെയൊന്നും കടം പഠിച്ചാൽ കാലവർഷക്കാലത്ത് തിരിച്ച് എങ്ങനെ തറാന്ന് അറിയും. തറാന്ന് പറയുന്നതിലൊന്നും തരല് വരില്ല. ഇതേപോലെ നിങ്ങളെ ഇറക്കി വിടില്ല. അവർക്ക് ഈ വായ്ത്താരി അല്ല കേൾക്കേണ്ടത്. അവർക്ക് ഈ വായ്ത്താരിയല്ല. നാളെ വഖഫ് ട്രിബ്യൂണൽ തീരുമാനമെടുക്കുമ്പോൾ VD സതീശന്റെ ചിരിച്ച മോന്ത കൊണ്ടായിട്ട് അവിടെ ഹാജരാക്കിയാൽ മതി. ഞങ്ങളെ ഇറക്കി വിടില്ല എന്ന് പറഞ്ഞിട്ട് ആര് പറഞ്ഞിട്ട്? VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. VD സതീശൻ ആരാ? വഖഫിന്റെ പാപ്പയിൽ വയ്ക്കുന്നത്. പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് ഇറക്കി വിടില്ല. പിണറായി വിജയന്റെ സ്വത്ത് ഇറക്കി വിടാതിരിക്കാൻ പിണറായി വിജയന് പറ്റും, വഖഫ് ഇറക്കി വിടാതിരിക്കാൻ പറ്റൂ? വഖഫാണെന്ന് തെളിഞ്ഞാല് അവർക്ക് വേണ്ടത് ഇറക്കി വിടില്ല എന്ന് ഉറപ്പല്ല. അതവരിറങ്ങിപ്പോകില്ല, ചത്താലും ഇറങ്ങിപ്പോയില്ല. അത് വഖഫ് ബോർഡല്ല. അതിന്റെ പാപ്പം വിചാരിച്ചാൽ അതിന്റെ 1 സെന്റ് ഭൂമിയിൽ നിന്ന് അവരാരും ഇറങ്ങില്ല. അവരോടൊപ്പം ഞങ്ങളും ഉണ്ടാവും, സംശയമൊന്നുമില്ല. അവരാരും ഇവിടുന്ന് അവരെന്നല്ല, അന്യായമായി വഖഫ് നോട്ടീസ് കൊടുത്ത സ്ഥലത്ത് നിന്ന് ഒരാളും, ഒരു ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, മതമില്ലാത്ത ജീവനാകട്ടെ, ഒരാൾ പോലും അവിടെ നിന്ന് ഇറങ്ങില്ല എന്നുള്ളത് ആ കട്ടില് കണ്ട് പരിക്കണ്ട എന്ന് തന്നെയാണ് വഖഫ് ബോർഡിനോട് പറയാനുള്ളത്. അത് മേടിച്ചിട്ടൊന്നല്ല ഞങ്ങൾ പൊതുയോഗം നടത്തുന്നത്. മുനമ്പത്തും അത് മേടിച്ചിട്ടൊന്നല്ല സമരം നടത്തുന്നത്. അവര് സന്തതി പരമ്പരകളായിട്ട് അവിടെ തന്നെ ജീവിക്കും. അതിന് VD സതീശന്റെ ഉറപ്പും പിണറായി വിജയന്റെ ഉറപ്പൊന്നും അവർക്ക് വേണ്ട. പക്ഷെ ഒരു ചോദ്യമുള്ളത്, അങ്ങനെ താമസിച്ചാൽ മതിയോ? പണ്ട് ജന്മിയുടെ ഭൂമിയിൽ താമസിച്ച പോലെ താമസിച്ചാൽ മതിയോ? അവർക്ക് ആ ഭൂമി പണയം വെക്കാൻ പറ്റുമോ? ആ ഭൂമിക്ക് നികുതി അടയ്ക്കാൻ പറ്റും? ഇതിനാണ് VD സതീശനും പിണറായി വിജയനും ഉത്തരം പറയേണ്ടത്. ആ ഭൂമിക്ക് നികുതി അടയ്ക്കാൻ പറ്റുമോ?
ആ ഭൂമി പണയം വെക്കാൻ പറ്റുമോ? ആ ഭൂമി വിൽക്കാൻ പറ്റുമോ? ഇതില്ലെങ്കിൽ അവർക്ക് എന്തിനാണ് ഈ ഭൂമി? എന്തിനാണ് അതിന്റെ അവകാശികളാന്ന് പറഞ്ഞ് കിടക്കുന്നത്? സ്വന്തം ആവശ്യത്തിന് അതൊന്നും ഉപകരിക്കില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ ഭൂമി? കരം പോലും ഒടുക്കാത്ത ഭൂമി. നാളെ അവരിലൊരാൾ കേസുപ്പെട്ട വേറൊരാൾക്ക് ജാമ്യം പോയി നിൽക്കണമെങ്കിൽ നികുതി അടച്ച ചീട്ട് വേണ്ടേ? വേറൊന്നുമില്ലെങ്കിലും ഒരാളെ ജാമ്യത്തിന് എടുക്കണമെങ്കിൽ നികുതി അടച്ച ചീട്ട് കൊണ്ടല്ലേ ചെല്ലാൻ പറയുക. അതിനെ പോലും ഉപകരിക്കാത്ത ഈ ഭൂമി എന്തിനാ എന്ന് അവരുടെ ചോദ്യത്തിന് എന്താ ഉത്തരം പറയാൻ പറ്റിയ? നിങ്ങളെ ഇറക്കി വിടില്ല, നിങ്ങളെ ഇറക്കി വിടില്ല, അത് നിങ്ങളെ ഇറക്കി വിടില്ല ഉറപ്പന്നെയാ. ആ ഉറപ്പ് ഞങ്ങൾ അവർക്ക് കൊടുത്ത ഉറപ്പാ. ഞങ്ങൾ പാലിക്കാൻ പറ്റാത്ത ഉറപ്പൊന്നും പറയാറില്ല. മുനമ്പത്തുനിന്ന് ഒരാൾ ഇറങ്ങില്ല എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്. അവരെ ഇറക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരെ നല്ല എവിടെയും, കേരളത്തിൽ എവിടെയും അതിൽ ജാതി മതം ഒന്നും പ്രശ്നമില്ല. ഞാൻ മുനമ്പം സമരപ്പന്തലിൽ ചെന്ന ദിവസം കൊടുങ്ങല്ലൂരിനടുത്ത് പെരിഞ്ഞനത്ത് നിന്ന് ഒരു സംഘം ആളുകൾ എന്നെ കാണാൻ വന്നു. എന്റെ എല്ലാ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തെ കാണാനുള്ള ഉദ്ദേശത്തിൽ വന്നവര് മുനമ്പം സമരപ്പന്തലിൽ വന്നു. അതിന്റെ നേതൃത്വം ഒരു ഹംസക്കായിരുന്നു. ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തെ തെരഞ്ഞ് മെമ്മോറാണ്ടവുമായി വന്നതിന്റെ നേതൃത്വം ഹംസ. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ, കോണ്ടാക്ട് നമ്മുടെ എന്റെ കയ്യിലുണ്ട്. ഇവരൊരു വലിയൊരു കടലാസ് മറ്റേ കെട്ടുമായിട്ടാണ് വന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ ഒക്കെ കിടപ്പാടത്തിന് വഖഫ് നോട്ടീസ് കിട്ടിക്കഴിഞ്ഞു. അവര് കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ ഹംസയുടെ കോണ്ടാക്ട് നമ്പർ തന്നത് ഹംസയുടെ പേരിലാണ് ഇത് വന്നേക്കണതെങ്കിലും ആ മെമ്മോറാണ്ടം എനിക്ക് കൈമാറിയത് 70 വയസ്സ് കഴിഞ്ഞ ഒരു ബാലേട്ടനാണ്. അദ്ദേഹം അവിടെ വെച്ച് പൊട്ടിക്കരഞ്ഞു. ഈ ആൾക്കൂട്ടത്തിനിടയ്ക്ക് വെച്ച് ഈ മെമ്മോറാണ്ടം തന്നപ്പോ പൊട്ടിക്കരഞ്ഞു. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അങ്ങോർക്ക് ആകുള്ളത് 2.5 സെന്റ്. 2.5 സെന്റ്, 2.5 ഏക്കറുള്ളവർ അത് പോയാൽ അത്ര ദണ്ഡം ഉണ്ടാവില്ല. ആകെയുള്ള മുതൽ കോടതി ചെലവ് 2.5 സെന്റ്. ആ 2.5 സെന്റിനാണ് ക്രൂരന്മാരായ വഖഫ് ബോർഡ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. 2.5 സെന്റ് ഞങ്ങളുടെ കുടിയിൽ നിന്ന് ഇറക്കി വിടല്ലേ എന്നും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു ആ ചേട്ടൻ. അവിടെ കൊണ്ട് നിന്നില്ല. അത് ആ ചേട്ടൻ വീട്ടിലെത്തിയില്ല. കേരളം ചർച്ച ചെയ്തു. നോട്ട് നിരോധന സമയത്തെ നോട്ട് മാറ്റാൻ വേണ്ടി മറ്റേ എന്താണ് ബാങ്കിലേക്ക് പോവാൻ വേണ്ടി വിചാരിച്ചവനെ ഓട്ടോറിക്ഷ തട്ടി മരിച്ചു, അതുകൊണ്ട് നോട്ട് നിരോധനം തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ മാപ്രകളുണ്ട് ഇവിടെ. മെമ്മോറാണ്ടം തരാൻ മുനമ്പം സമരഭൂമിയിലെത്തിയ ബാലേട്ടൻ തിരിച്ചു വീട്ടിലെത്തിയില്ല. 10 കിലോമീറ്റർ ദൂരെയുള്ള വീട്ടിലെത്തുന്നതിന് മുമ്പ് അദ്ദേഹം കുഴഞ്ഞു വീണ് മരിച്ചു. പൊട്ടിക്കരഞ്ഞാണ് ആ മനുഷ്യൻ അവിടുന്ന് പോയത്. കാരണം ആകെയുള്ള 2.5 സെന്റ് പോണ വിഷമം എവിടെ കൊണ്ടുവെക്കും? ഈ ക്രൂരത വഖഫ് ബോർഡിനോടല്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഭേദഗതിയൊക്കെ പാസ്സാക്കി കൊടുത്ത കോൺഗ്രസ്സുകാരോടാണ് ചോദിക്കാറുള്ളത്. ഈ പാവങ്ങളുടെ കണ്ണീര് എവിടെ കൊടുക്കും? കേരളത്തിൽ വഖഫ് നോട്ടീസ് കിട്ടിയതിൽ 40% മുസ്ലിങ്ങളാണ്. ഇറങ്ങി കൊടുക്കാൻ തയ്യാറാണോ അവര്? അത് വർഗീയമാണോ? നിങ്ങൾ കുഞ്ഞുകുട്ടി പരാധീനങ്ങളുമായി കിടക്കുന്ന സ്ഥലം വഖഫാണെന്ന് പറഞ്ഞാൽ അത് വഖഫാക്കി മാറ്റി കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? 40% നോട്ടീസ് കിട്ടിയിരിക്കുന്നത് മുസ്ലിങ്ങൾക്കാണ്. അപ്പൊ വിഷയം ചെറുതല്ലല്ലോ. ദേവസ്വം ബോർഡിന് സ്ഥലമില്ല ചോദ്യം ഉണ്ട്. ദേവസ്വം ബോർഡ് മറ്റു സ്ഥലങ്ങളിൽ അവകാശവാദം ഉന്നയിക്കാറുണ്ട്. ദേവസ്വം ബോർഡിലാണല്ലോ ഭക്തരിയൽപ്പ് ഉന്നയിക്കേണ്ടത്. ദേവസ്വം ബോർഡിനൊന്നും ആവശ്യമില്ലല്ലോ, ചെയ്യാറുണ്ട്. പക്ഷെ അത് പോകുന്നത് ഇന്ത്യയുടെ നീതിന്യായ സംവിധാനത്തിലേക്കാണ്. ഒരു ദേവസ്വം ബോർഡ് തങ്ങളുടെ ഭൂമിയാണ് എന്ന് കേസുമായി പോകുന്നത് കോടതിയിലേക്കാണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചാണ് അവിടെ വിധി. എന്നാൽ വഖഫിന് കോടതി പോകാൻ പറ്റില്ല. ഇതെന്ത് രീതി? ഇതെന്ത് നീതി? വഖഫിനൊരു തർക്കം വന്നാൽ വഖഫ് ഭൂമിയാണെന്ന അവകാശവാദം വഖഫ് ഉന്നയിച്ചാൽ കോടതി പോകാൻ പറ്റില്ല. ഈ ഒറ്റ കാര്യത്തിലാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ദേവസ്വം ബോർഡിന്റെ വിഷയത്തിൽ കോടതിയിൽ പോകാം, ഇവിടെ കോടതിയിൽ പോകണ്ട. ഇതെന്ത് നിയമം? കല്യാണം വേണ്ടാൻ വെക്കാൻ കോടതി വേണ്ട, അല്ലെ? സ്വത്തിന്റെ കാര്യം പറയാൻ കോടതി വേണ്ട. എവിടേക്കാ ഈ കാര്യങ്ങളുടെ പോക്ക്? ഒരു രാജ്യത്തിനകത്ത് പ്രത്യേക അവകാശ അധികാരങ്ങളുള്ള ഒരു വിഭാഗം ഉണ്ടാവുകയുള്ളൂ. ഇതിനാണോ നമ്മളിവിടെ ഇത്രയും ത്യാഗം സഹിച്ച് സ്വാതന്ത്ര്യ സമരം നടത്തിയത്? ഈ നാട് നെഞ്ചിൽ വെടിയുണ്ടകൾ ഏറ്റുവാങ്ങിയത്, തൂക്കുമരത്തിൽ കടന്ന് തൂങ്ങിയത് ഇതിനു വേണ്ടിയാണോ? പ്രത്യേക അവകാശ അധികാരങ്ങളുള്ള ചിലരെ ഉണ്ടാക്കാൻ. ആ ചിലർ ആര്? ഗതി കെട്ടപ്പ പാലോളി മുഹമ്മദ് കുട്ടി ചിലത് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ചർച്ചയാക്കിയില്ലേ? ഗതി കെട്ട് വാർദ്ധക്യത്തിലെങ്കിലും സത്യം പറയണ്ടേ, അല്ലേ? പഠിച്ചവന്റെ മുമ്പിൽ അവിടെ ചെല്ലുമ്പോഴേ കവർ വിശാലാക്കി കിട്ടണ്ടേ, അതുകൊണ്ട് ഉള്ള സത്യം പറഞ്ഞിട്ട് വെക്കണം എന്ന് വിചാരിച്ചതാണോ എനിക്ക് നിശ്ചയമില്ല. കാരണം ഇതുവരെ തോന്നിയിട്ടില്ല സത്യം പറയാൻ. പാകിസ്ഥാന് വേണ്ടി ഏറ്റവും അധികം വാദിച്ചത്
ഇന്നത്തെ മലപ്പുറം ജില്ല മാത്രമല്ല കേട്ടോ, മലപ്പുറം ജില്ലയുടെ സമ്മേളനം ആവേണ്ട പുള്ളി അങ്ങനെ പറഞ്ഞു. കോഴിക്കോട് ഒന്നും മോശമില്ലേ, ഇവിടുത്തെ കടപ്പുറത്തൊക്കെ പാകിസ്ഥാൻ അനുകൂല സമ്മേളനങ്ങൾ തിരയടിക്കുന്ന സുനാമി അടിക്കുന്ന പോലെയാണ് കോഴിക്കോട് കടപ്പുറത്ത് പാകിസ്ഥാൻ അനുകൂല സമ്മേളനങ്ങൾ നടത്തിയത്. ലിയാഖത്ത് അലി ഖാൻ കോഴിക്കോട് വന്നിട്ട് ആ പാകിസ്ഥാൻ അനുകൂല പ്രസംഗം നടത്തുമ്പോൾ അത് തർജ്ജമ ചെയ്തത് നമ്മുടെ മതേതര മൊഞ്ചുള്ള CH മുഹമ്മദ് കോയ. ഇന്ന് പയ്യനാണ് ലിയാഖത്ത് അലി ഖാന്റെ പ്രസംഗം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് CH മുഹമ്മദ് കോയ. മതേതര കേരളത്തിന്റെ അല്ലെ മഹനീയ മുഖമായ CH മുഹമ്മദ് കോയാണ് പാകിസ്ഥാൻ അനുകൂല സമ്മേളനത്തിന് തർജ്ജമ നടത്തിയത്. ഇതൊക്കെ മലയാളി സൗകര്യപൂർവ്വം മറന്നുപോയ വസ്തുതകളാണ്. 10 അണയുടെ കത്തി വാങ്ങി കുത്തി വാങ്ങാൻ നടക്കുക തന്നെയായിരുന്നു മലബാർ. 46-ൽ പാകിസ്ഥാൻ എന്ന വിഷയം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് നടന്ന പ്രവിശ്യ തെരഞ്ഞെടുപ്പ്, ഇന്ത്യ വിഭജിക്കണമോ വേണ്ടയോ, അന്നൊരു വികടതലം ഉണ്ടായിരുന്നു. ഒരു നിയോജക മണ്ഡലത്തിൽ 2 മെമ്പർമാരുണ്ട്. അതായത് മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ ഒരു മുസ്ലിം മെമ്പർ ഉണ്ട്, ഒരു മതേതര മെമ്പർ, ഒരു മുസ്ലിം മെമ്പർ. അതാണ് ദ്വയാംഗ മണ്ഡലങ്ങൾ. 2 മെമ്പർമാരുണ്ട്. കോഴിക്കോട് മണ്ഡലത്തിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാണെങ്കിൽ ഒരു മതേതര മെമ്പറും ഒരു മുസ്ലിം മെമ്പർ, അതായത് മുസ്ലിങ്ങൾ മാത്രമാണ് വോട്ട് ചെയ്യുക. അങ്ങനെ മദ്രാസിന്റെ ഭാഗമായിരുന്നു അന്ന് മലബാർ. 46-ൽ നടന്ന തെരഞ്ഞെടുപ്പില് PP ഉമ്മർ കോയ സാഹിബ് അടക്കം കോൺഗ്രസ് നിർത്തിയ എല്ലാ ദേശീയ മുസ്ലിങ്ങളും തോറ്റു മുന്നമ്പാടി. ഇന്ത്യ വിഭജിക്കണ്ട എന്ന് പറഞ്ഞ് നിർത്തിയ എല്ലാ ദേശീയ മുസ്ലിങ്ങളും കെട്ടിവെച്ച കാശ് കിട്ടാതെ തോറ്റു തുന്നമ്പാടി. മുസ്ലിം ലീഗ് ഇന്ത്യ വിഭജിക്കണം എന്ന് പറഞ്ഞ് നിർത്തിയ എല്ലാ മെമ്പർമാരും ജയിച്ചു 100%. മദ്രാസ് പ്രവിശ്യയിലെ മുസ്ലിം മണ്ഡലങ്ങളിൽ 100%വും പാകിസ്ഥാൻ വാദം ഉയർത്തിയ മുസ്ലിം ലീഗിന് വേണ്ടിയാണ് ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾ വോട്ട് ചെയ്തത് എന്ന സത്യമൊക്കെ സമാധാനത്തിന് വേണ്ടി, സൗഹാർദ്ദത്തിന് വേണ്ടി ഞങ്ങളൊക്കെ മറന്നതായി അഭിനയിക്കുകയാണ്. മറന്നിട്ടല്ല കേട്ടോ, ചരിത്രമാണ് എന്റെ വിഷയേ. അതുകൊണ്ട് മറന്നതൊന്നുമല്ല, മറന്നതായി അഭിനയിച്ചതാണ് നമ്മളൊക്കെ. കൃത്യമായി ഓരോ മണ്ഡലത്തിൽ നിന്നും എത്ര വോട്ട് കിട്ടി എന്ന കണക്ക് വരെ നമ്മുടെയൊക്കെ കയ്യിലുണ്ട്. പാകിസ്ഥാന്റെ ഭൂപടത്തിൽ മാപ്പിളസ്ഥാനായിരുന്നു മലബാർ. എന്തായിക്കൂടെ? പാകിസ്ഥാനിൽ 10,000-കണക്കിന് നാഴിക അല്ലെ 1000-കണക്കിന് നാഴിക കടൽ ചുറ്റി വരുന്ന ബംഗ്ലാദേശ് പാകിസ്ഥാന്റെ ഭാഗമാകാമെങ്കിൽ ആ പോണ വഴിക്കല്ലേ മലബാർ? പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് കടൽ വഴിക്ക് പോണ വഴിക്കല്ലേ മലബാർ കിടക്കുന്നത്? അപ്പൊ അവരുടെ അന്നത്തെ മാപ്പിൽ മാപ്പിളസ്ഥാൻ പാകിസ്ഥാന്റെ ഭാഗമാകേണ്ട, കിഴക്കൻ പാകിസ്ഥാൻ പോലെ തന്നെ ഭാഗമാകേണ്ടുന്ന സ്ഥലമായിരുന്നു മാപ്പിളസ്ഥാൻ എന്ന് അവർ പേരിട്ട മലബാർ. പക്ഷെ എന്തുകൊണ്ടോ മാപ്പിളസ്ഥാൻ പെട്ടില്ല. അത് കണ്ടപ്പോ പെട്ടെന്ന് അങ്ങോട്ട് ഭാവം മാറിയല്ലോ. 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി വരെ ഞങ്ങളൊക്കെ പാകിസ്ഥാന്റെ ആളുകളാണ്. പാകിസ്ഥാൻ അല്ലെങ്കിൽ ഖബർസ്ഥാൻ, പാകിസ്ഥാൻ അല്ലെങ്കിൽ ഖബർസ്ഥാൻ. മുദ്രാവാക്യം സുന്ദരായിരുന്നു അറിയോ? 1947 ആഗസ്റ്റ് 14 പാകിസ്ഥാൻ നിലവിൽ വന്നു. ആഗസ്റ്റ് 15 ഇന്ത്യ നിലവിൽ വന്നു. ആഗസ്റ്റ് 16, 17 ഒക്കെ ആയിട്ട് റാഡ്ക്ലിഫിന്റെ ഭൂപടം നിലവിൽ വന്നു. ഈ പാകിസ്ഥാൻ ഉണ്ടാകുമ്പോൾ ഭൂപടം ഇല്ല. പാകിസ്ഥാൻ രൂപീകരിക്കുമ്പോൾ ഭൂപടമായിട്ടില്ല, അവിടെ കുത്തി വരക്കണേ ഉള്ളൂ. ലണ്ടനിൽ ഇരുന്നിട്ട് വരയ്ക്കുകയാണ് ഭൂപടത്തിൽ കൂടി. ഇന്ത്യ എവിടെ, പാകിസ്ഥാൻ എവിടെയെന്ന് ഭൂപടത്തിൽ കൂടി വരയ്ക്കുക. ആ വര വരച്ചപ്പോ, റാഡ്ക്ലിഫിന്റെ വര വരച്ചപ്പോ മാപ്പിളസ്ഥാൻ അതിൽ പെട്ടില്ല. പെട്ടെന്ന് എല്ലാവരും അങ്ങ് ദേശീയവാദികളായി, ഭാരതത്തിന്റെ ധീരമക്കളായി ഭാരതത്തിൽ തന്നെ തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട്. തുടർന്നിട്ട് വേണം അല്ലെ പൊരുതി നേടി, അല്ലെ ചിരിച്ചു നേടി പാകിസ്ഥാൻ, പൊരുതി നേടും ഹിന്ദുസ്ഥാൻ. വിളിച്ചതാ മുദ്രാവാക്യം ഇവിടുത്തെ ലീഗുകാര്. ചിരിച്ചു നേടി പാകിസ്ഥാൻ, പൊരുതി നേടും ഹിന്ദുസ്ഥാൻ. പാകിസ്ഥാനിൽ വെച്ച് ലീഗിന്റെ അവസാന സമ്മേളനം നടന്നപ്പോ ലീഗ് പിരിച്ചുവിടാൻ പറഞ്ഞതാണ്. ഇനി ആവശ്യമില്ല, ഇനി അങ്ങനെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ആവശ്യമില്ല. പക്ഷെ കേരളത്തിൽ നിന്ന് പോയവർക്ക്, സത്താർ ചേർക്കുന്ന CD സാഹിബിന് ആവശ്യമുണ്ടായിരുന്നു. മതേതര വേഷം കെട്ടി കിടക്കുന്ന ലീഗൊക്കെ ചരിത്രമൊക്കെ ഒന്ന് പഠിച്ചാൽ കൊള്ളാം. എല്ലാം ഒന്നാ, സുഡാപ്പിയാകാം, ലീഗാകാം, ജമാഅത്താകാം, എല്ലാം 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 ഒന്ന്. അതിന് വേർതിരിച്ചെടുക്കാനൊന്നുമില്ല. ഇന്നത്തെ സുഡാപ്പികളെക്കാൾ കഷ്ടമായാണ് അന്ന് ലീഗ് പെരുമാറിയത്.
ആ പാരമ്പര്യം തന്നെ. പിന്നെ അവസരം വന്നതിനനുസരിച്ചൊക്കെ ചില വേഷം കെട്ടൊക്കെ ഉണ്ടാവുന്നേ ഉള്ളൂ. എന്താ ലീഗിന് വഖഫിന്റെ പേരിൽ വഖഫിന്റെ അഭിപ്രായം എന്താ ലീഗിന്? സുഡാപ്പികളെപ്പോഴും ജമാഅത്തെ ഇസ്ലാമികളെ എടുക്ക് പിടിക്ക് പോയി പിടിക്ക് വഖഫിന്റെ സ്വത്തൊക്കെ പിടിക്കുന്നൊന്നും പറയില്ല. പിന്നെയാ അതിനൊരു മയൊക്കെ വേണേ. കാരണം അല്ലെങ്കിൽ RSS BJP മുതലെടുക്കലേ. അത്രയുള്ള പ്രശ്നം. വഖഫ് തന്നെയാണ്. വഖഫ് സ്വത്തല്ലാന്ന് മുനമ്പം വഖഫ് സ്വത്തല്ലാന്ന് ഏതൊരു ലീഗുകാരൻ പറഞ്ഞിട്ടുണ്ട്? മുനമ്പം വഖഫ് സ്വത്തല്ലാന്ന് ഇവിടെ കേരളത്തിൽ നോട്ടീസ് കൊടുത്ത ഏതെങ്കിലും ഒന്നും വഖഫ് സ്വത്തല്ലാന്ന് ലീഗുകാർ പറഞ്ഞിട്ടുണ്ടോ? അതിപ്പോ കൊടുക്കണോ നോട്ടീസ് എന്ന് മാത്രമേ പ്രശ്നമുള്ളൂ. ഇപ്പൊ കൊടുക്കട്ടെ, സമയാവട്ടെ. കുറച്ചുകൂടിയൊക്കെ ഭൂരിപക്ഷമായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാരനെ നമ്മുടെ വാല് കെട്ടി ആടിക്കളിക്കട കുഞ്ചിരാമ ചാടിക്കളിക്കട കുഞ്ചിരാമ എന്ന് പറഞ്ഞാൽ സർവ്വ കടലിലും മുക്കാൻ തക്ക ശേഷിയിൽ രാവണനെ കെട്ടി ഉണ്ടല്ലോ. ഇതുപോലെ മുക്കാൻ തക്ക വിധത്തില് ഞങ്ങളങ്ങോട്ട് വലുതാ. അപ്പ കൊടുത്താൽ പോരെ ഈ നോട്ടീസ്? ഇപ്പൊ കൊടുത്ത RSS BJP മുതലെടുത്ത് കളയുന്നേ. ആ ഒറ്റ പേടി ലീഗിനുള്ളൂ. അല്ലെങ്കിൽ എടുത്തോ പിടിച്ചോ എന്ന് എന്നെ അഭിപ്രായം. വഖഫ് സ്വത്തല്ലാന്ന് ഒരിടത്തും ലീഗ് പറഞ്ഞിട്ടില്ല. അപ്പോ ഒരു സ്വാഭാവികമായി മനുഷ്യർ തമ്മിലുള്ള സൗഹാർദ്ദത്തെ പോലും തകർക്കുന്ന വിധത്തിൽ അന്ന് ഇത് ഞങ്ങളുടെ ഭൂമിയല്ല എന്ന് പറഞ്ഞ് ജനസംഖ്യയുടെ 18% മാത്രം ഉണ്ടായിരുന്ന മുസ്ലിം സമൂഹം 24% ഇന്ത്യയുടെ ഭൂമി മുറിച്ചെടുത്താണെന്ന് പാകിസ്ഥാൻ ഉണ്ടാക്കിയത്. 18% വരുന്നവർക്ക് 24% ഭൂസ്വത്ത് ഭാഗം നൽകിയിട്ടുണ്ട്. വഖഫ് 47 ആഗസ്റ്റ് 14 കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തന്നെ കൊടുത്തത് വേറെ ഒരു മാനദണ്ഡമല്ല. സിന്ധു നദിയുടെ അപ്പുറം പാകിസ്ഥാൻ, ഇപ്പുറം ഭൂമിശാസ്ത്രപരമായ അതിർത്തിയല്ല. ബംഗാളും പഞ്ചാബൊക്കെ വിഭജിച്ചപ്പോഴേ ആ വിഭജന രേഖ ഇവിടെ കൊടുന്ന് നടപ്പാക്കിയപ്പോ ചില വീടിന്റെ അടുക്കള ഇന്ത്യയിലൊക്കെ ഉമ്മറം പാകിസ്ഥാനില. അമ്മാതിരിയാ വരച്ചുകൊണ്ട് വന്നേക്കുന്നത്. കാരണം ജനസംഖ്യ മാത്രം നോക്കി അതിലെ വളഞ്ഞു പോയിട്ടാണ് ഒരു ഭൂമിശാസ്ത്രപരമായ അതിർത്തിയും വെച്ചിട്ടല്ല വിഭജിച്ചത്. അപ്പൊ അന്ന് 18% വരുന്ന അവർക്ക് 24% ഭൂമി വഖഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പുറം പൂച്ചക്ക് മീൻ നേരെയാക്കുമ്പോഴേ തലട്ട് കൊടുത്താലും പൂച്ച പൂലല്ലോ. തലട്ട് കൊടുത്താൽ തിന്നലാണ് പോയാൽ ഉടനെ ഇത്തിയേ പറ്റുമെന്ന് പറഞ്ഞാണ്ട് തീറ്റി വരുന്ന പൂച്ചകളെ മീൻ നേരെയാക്കുമ്പോഴേ തീറ്റി വരുന്ന പൂച്ചകളെ കണ്ടിട്ടുണ്ട്. പാവല്ലേ വിശപ്പല്ലേ കഴിച്ചോട്ടെ വെച്ചിട്ട് തലയിട്ട് കൊടുത്താൽ ഉള്ള ഉടനെ സ്വൈരം തരാനാ എന്താ ചെയ്യാ? വെള്ളത്തോടെടുത്ത് തലയിൽ കൂടി കമത്താൻ തോന്നില്ല. അത്രയൊക്കെ തന്നെ ഇപ്പൊ നമുക്ക് തോന്നുള്ളൂ, വേറെ ഒന്നും തോന്നുന്നില്ല. എന്നാലോചിച്ച് നോക്കൂ, ആയിക്കോട്ടെ കുഴപ്പമില്ലല്ലോ, നമുക്ക് എടുത്തോട്ടെ കഴിച്ചോട്ടെ നീയേ ഉടല് വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ശരിയാവുന്നു. ഇപ്പൊ വന്നത് ഉടലും വലിക്കാൻ. പൂച്ചോടി ഈ മീന് കണ്ടിട്ട് കൊതിക്കണ്ട എന്ന് പറയാൻ തന്നെയാണ് ഞങ്ങൾ ഇതുപോലുള്ള ജാഗ്രതാ സമ്മേളനങ്ങൾ നടത്തുന്നത്. അന്ന് നിങ്ങൾ തല തന്നില്ലേ, പിന്നെ നിങ്ങൾക്ക് ഉടല് തന്നാ എന്താ എന്നുള്ള ചോദ്യം വേണ്ട. വേദനയോടുകൂടി തന്നെയാണ് വേദങ്ങൾ പിറന്ന ഞങ്ങളുടെ പുണ്യഭൂമി വീതം വെച്ചത്. ഞങ്ങൾക്ക് പാകിസ്ഥാൻ അന്യമായ മണ്ണൊന്നുമല്ല, ശത്രുഭൂമിയൊന്നുമല്ല പാകിസ്ഥാൻ. ഞങ്ങളുടെ വേദമന്ത്രങ്ങൾ പിറന്ന പുണ്യസ്ഥലമാണ്. വേദനയോടുകൂടി തന്നെയാണ് അത് വിട്ടുകൊടുത്തത്. പ്രശസ്തമായ ഢാക്കേശ്വരിയുടെ ക്ഷേത്രമടക്കം നിൽക്കുന്ന ഢാക്ക അടക്കമുള്ള ബംഗ്ലാദേശ് അല്ലെങ്കിൽ അന്നത്തെ കിഴക്കൻ പാകിസ്ഥാൻ വേദനയോടുകൂടി തന്നെയാണ് വിട്ടുകൊടുത്തത്. ആ വേദന സഹിച്ച സമൂഹത്തെ ഇനിയും പ്രകോപിതരാക്കരുത് എന്ന ഒരു സന്ദേശമാണ് വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പറയാനുള്ളത്. 1 ഇഞ്ച് ഭൂമിക്ക് അന്യായമായി നമ്മൾ ആരും അവകാശം ഉന്നയിക്കുന്നില്ല. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞു ഡൽഹിയിലെ കാര്യം, സൂറത്തിലെ കാര്യം അല്ലേ, ഇതിന്റെ തമാശകളാണ്. തളിപ്പറമ്പ് അങ്ങോട്ട് നേരത്തെ പറഞ്ഞു 600ഓളം ഏക്കർ വഖഫിന്റെ അത്ര നോട്ടീസ് കൊടുത്തിട്ടില്ല കേട്ടോ. ഈ പറഞ്ഞ മാതിരി അവിടെ ലീഗിന് കുറച്ച് സ്വാധീനമുണ്ട്. പിന്നെ ലീഗിന്റെ രാഷ്ട്രീയ സ്വാധീനം എങ്ങാനും പോയാലോ ഇതിന് നോട്ടീസ് കൊടുത്തില്ലേ, എപ്പോ വേണേ കൊടുക്കാം. ലീഗ് എങ്ങനെ ഇലക്ഷന് തോറ്റാൽ മതി. അപ്പോ ഈ നോട്ടീസ് എടുത്തിട്ട് പുറത്തേക്ക് വരും. 600 ഏക്കർ തളിപ്പറമ്പ് അങ്ങാടി അടക്കം വഖഫ് സ്വത്താണ്. ഇത് ആരുടെ ആയിരുന്നു എന്നറിയോ? അവിടുത്തെ നരിപ്പറമ്പ് മനക്കാരുടെ സ്വത്ത്. നരിപ്പറമ്പ് മനയിലെ ഏതോ ഒരു തിരുമേനി വഖഫ് ചെയ്തത് അത്ര. ഏതെങ്കിലും മുസൽമാൻ വഖഫ് ചെയ്തതല്ല. നരിപ്പറമ്പ് അയാൾ മതം മാറിയിട്ടുണ്ടോ? ഇല്ല. അയാൾ ഹിന്ദുമത വിശ്വാസിയായി തന്നെയാ ജീവിച്ചത്. പക്ഷെ അയാൾ വഖഫ് ചെയ്തത് അത്ര. കോടതിയിൽ പോയി പറഞ്ഞതാ അയാൾ വഖഫ്. എന്നിട്ട് ആ പാവങ്ങൾ മനക്കാരുമായിട്ട് കേസ് സെറ്റിൽ ചെയ്തു. എങ്ങനെയാണെന്നറിയാമോ? കേസിന് വിധി വന്നു. 167 ഏക്കർക്ക് കേസ് പോയി. നരിപ്പറമ്പ് മനയും വഖഫ് ബോർഡ് കൂടി കേസിന് പോയി. അവസാനം കിട്ടി. ഉടമസ്ഥനായ നരിപ്പറമ്പ് മനക്കാർക്ക് 67 ഏക്കറയും നോക്കുകൂലിയായി കണ്ടിരിക്കണം വഖഫ് ബോർഡിന് 100 ഏക്കർ. സുഖമായി അവർക്ക് 67 ഏക്കർ, ഇവർക്ക് 100 ഏക്കർ. കോടതി വിധി വന്നു.
ഇനിയിപ്പോ ബാക്കിയുള്ളത് മൊത്തം വഖഫ് ഏതോ നമ്പൂരി വഖഫ് ചെയ്തത്. അവിടെയാണ് മോദി സർക്കാർ 2024 ഭേദഗതിയിൽ പറഞ്ഞത് മിനിമം 5 കൊല്ലമെങ്കിലും ഇസ്ലാമായി ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി ജീവിച്ച വ്യക്തിക്ക് വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അല്ലെങ്കിൽ എന്തൊക്കെ ആരെ സ്വത്ത് വഖഫ് ചെയ്തു എന്ന് പറയാം. മിനിമം 5 കൊല്ലമെങ്കിലും മുസ്ലിമായി ജീവിച്ച ആൾക്കേ വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഭേദഗതി കൊണ്ടുവന്നു. ഇതിലെവിടെയാണ് കുഴപ്പം? ഇതുപോലുള്ള കാര്യങ്ങളാണ് ഭേദഗതിയിൽ വരുന്നത്. പക്ഷേ ഈ അനുഭവം കൊണ്ട് ഞങ്ങൾ ഭേദഗതിയും വേണ്ട, നിയമേ വേണ്ട എന്നാണ്. പ്രത്യേക നിയമമൊന്നും വേണ്ട.